ലൈഫിൽ ഒരുപാട് പേര് എന്താ പറയുക, നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളോട് എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത മറുപടിയൊക്കെ തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോകാം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം അതിങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ഡൗൺ ആവും. അപ്പം അയാൾ തന്ന നെഗറ്റീവ് ടൈംസ് നമ്മൾ ആലോചിക്കാതെ അയാൾ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാം, അയാൾ നിന്ന് പഠിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും അയാൾ നമ്മുടെ മനസ്സിൽ ഒരു നല്ല മനുഷ്യനായിട്ടിരിക്കും. പിന്നെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ആ നെഗറ്റീവ് പാർട്ട് ഓർക്കാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ ഹാപ്പി ആയിട്ട് വെക്കാനും പറ്റും. ഇപ്പോൾ ഒരു വ്യക്തി നമ്മളോട് ഭയങ്കര റോങ് ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ ആ റോങ് ആയിട്ട് സംസാരിച്ചത് ഇരുന്നിരുന്ന് വ്യക്തിക്കൊന്നും ഉണ്ടാവില്ല. നമ്മൾ അയാളെ പറ്റി റോങ് ആയിട്ട് ചിന്തിക്കുന്നു പറഞ്ഞിട്ട് അയാൾക്കത് അറിയാൻ സെൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളെ മനസ്സിലാണ് നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നത്, നെഗറ്റീവ് അടിച്ചടിച്ചടിച്ച്. സോ അതുകൊണ്ട് ആ വ്യക്തിയെ ഓർക്കുവാണെങ്കിൽ ആ വ്യക്തി ചെയ്ത നല്ല കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഓർത്തോർത്ത് വരുമ്പോൾ ഓബ്വിയസ്ലി ആ ഒരു നെഗറ്റീവ് പാർട്ടിലോട്ട് എത്തും, അല്ലേ? ഇപ്പം നമ്മൾ ഒരാളെ ഓർക്കുമ്പോൾ അയാളോട് ബന്ധപ്പെട്ട എല്ലാം നമ്മൾ ഓർക്കും, എന്നാൽ നമ്മൾ കൂടുതൽ നല്ല കാര്യം ഓർക്കാം. എന്നിട്ട് അഴുക്കതിലോട്ട് ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പറയണം. അതായത് ഈ ലോകത്തോളം ഒന്നും നമ്മുടെ കൺട്രോളല്ല, നത്തിങ് ഈസ് പെർമനൻറ്റ് എന്നൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ കാര്യം ചെയ്യുക. നമ്മുടെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളെ വിട്ടു പോയവർ, നമ്മളെ കുറ്റം പറഞ്ഞവർ, അല്ലെ, അങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമ്മളെ നോക്കും. അവന് ഞാനില്ലാതെയും ജീവിക്കാൻ പറ്റുമോ, ഞാനിങ്ങനെ പറഞ്ഞാലും അവനിങ്ങനെയൊക്കെ എത്താൻ പറ്റുമോ എന്നൊക്കെ അവരിങ്ങനെ ചിന്തിച്ചു പോകും. അവിടെയാണ് നിങ്ങൾ വിജയിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ലൈഫിൽ നമുക്കിങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും. ഓരോ എക്സ്പീരിയൻസും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വീണ്ടും എന്താ പറയുക, തെറ്റുകളിലോട്ട് ചാടാതിരിക്കാൻ ശ്രമിക്കുക. അതും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും സത്യം പറഞ്ഞാൽ സെൽഫിഷ് ആകരുത്. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്താണ്, മറ്റുള്ളവരെ നമ്മൾ കഷ്ടതയിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതായത് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് നമ്മൾ നേട്ടം കൈവരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാതെ നമ്മൾ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ സെൽഫിഷ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പോരാടിക്കൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ജോബ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. നമ്മുടെ ഒന്നും സാക്രിഫൈസ് ചെയ്ത് നമ്മളൊരാളെ റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ കുഴിയിൽ ചാടി നിന്നുകൊണ്ട് നമുക്കൊരാളെ കുഴിയിലുള്ള വേറൊരാളെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിലെത്തിയാലേ നമ്മുടെ കൂടെയുള്ള ആളെയും ഒക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും എന്താണ്, നമ്മളൊന്ന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മളിങ്ങനെ പോരാടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് തോൽവികൾ ഉണ്ടാകും. അപ്പോൾ എന്താണ്, ആ തോൽവിയെ തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇരുന്ന് അങ്ങ് സമാധിയാവാതെ അവിടെ നിന്ന് എണീക്കണം. അപ്പം എണീക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് വാചകങ്ങൾ, അതായത് നമ്മുടെ മൈൻഡിനെ, ഈ മനസ്സാണല്ലോ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കൺട്രോളിലല്ല. പിന്നെന്താണ്, ഈ ലോകത്തൊന്നും സ്ഥിരതയുള്ളതല്ല. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നായാലും, എന്താണ്, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മളോട് കടപ്പെട്ടിരിക്കുന്ന മനുഷ്യരിലായാലും ഒക്കെ നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കരുത്. നമുക്ക് വേണ്ടി അയാൾ ഇത് ചെയ്തു തരും, അല്ലെങ്കിൽ അയാളുണ്ടല്ലോ അയാളത് ചെയ്തോളും, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മുടെ കാര്യം നമ്മൾ ചെയ്യാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കഴുകി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മക്കളെ ഇത് പറഞ്ഞു പഠിപ്പിക്കുക, ആണായാലും പെണ്ണായാലും. ഓക്കെ, അത് കഴുകി വെക്കാൻ അമ്മ വരും, അല്ലെങ്കിൽ അച്ഛൻ വരും, അല്ലെങ്കിൽ വേലക്കാരി വരും എന്നൊന്നും നമ്മളങ്ങനെ ചിന്തിക്കരുത്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുഞ്ഞുമക്കളെ കുഞ്ഞുനാളിൽ മുതൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് പഠിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഒന്ന് ഷൂസ് കെട്ടാൻ ഒക്കെ കുഞ്ഞിനെ അവരെ ശീലിപ്പിക്കുക. ഓക്കെ, അതൊരിക്കലും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രീതിയിലല്ല ചിന്തിക്കേണ്ടത്. അവരെ സ്വന്തം കാര്യം നിൽക്കാൻ അവരെ പ്രാപ്തരാക്കി എടുക്കുന്നതാണ്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവരെ ശീലിപ്പിക്കും. മറ്റുള്ളവരെ നമുക്ക് വേണ്ടി കരുതും എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിരുന്നു കഴിഞ്ഞാലേ, ഇൻ കേസ് ആ വ്യക്തിക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആ വ്യക്തി നമ്മളെ കരുതിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ടാവും.
ഇന്ന ആൾ നമ്മളെ കെയർ ചെയ്യുന്നില്ല, ഇന്ന ആൾ നമ്മളെ ഇത്ര സ്നേഹിക്കുന്നില്ല, ആദ്യത്തെ പോലെ ഇപ്പോഴും നമ്മളെ നോക്കുന്നില്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കും. ഇതിൻ്റെ ആവശ്യം എന്താ? നിനക്ക് നിന്നെ നോക്കിക്കൂടെ? അതിനുള്ള കഴിവ് നിനക്കുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വേണം നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കേണ്ടത്. നമ്മൾ കൂടെ ഉണ്ട് മക്കളെ, അമ്മയും അച്ഛനും കൂടെയുണ്ട് എന്നും കൂടെയുണ്ട്, അങ്ങനെയല്ല പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. അമ്മയും അച്ഛനും ഇല്ലെങ്കിലും നിനക്ക് നീ ഉണ്ടാകണം എന്നുള്ള രീതിക്ക് വേണം നമ്മൾ അവരെ പഠിപ്പിച്ച് റെഡിയാക്കണം. അതായത് ഈ ലോകത്ത്, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു ലോകമാണ്. അപ്പം ഈ ലോകത്ത് നിനക്ക് നിന്നെ സൂക്ഷിക്കാൻ പറ്റണം, നിനക്ക് വേണ്ടി സംസാരിക്കാൻ നിനക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചുകൊണ്ട് നീ ആരെയും സഹായിക്കാൻ പോകരുത്. ഒരാളെ സഹായിക്കുമ്പോൾ അയാളുടെ സന്തോഷം നമ്മൾ കാണുന്നു, സോ നമ്മളും ഹാപ്പി ആകുന്നു, അത്രേ ഉള്ളൂ. തിരിച്ച് അയാൾ അതുപോലെ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ചിലപ്പോൾ അയാളുടെ സാഹചര്യങ്ങൾ അതിനനുവദിച്ചില്ല എന്ന് വരാം. നമ്മൾ അങ്ങോട്ട് അവർക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് പൈസ ഇല്ലാതെ വന്ന് നമ്മളോട് കടം ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്തു എന്നും പറഞ്ഞ് നമുക്ക് പൈസ ഇല്ലാത്തപ്പോൾ അയാളോട് കടം ചോദിച്ചാൽ അയാൾ തരും, അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, അങ്ങനെ അതായത് പറഞ്ഞ ഒന്നും നമ്മൾ ഒരാളിൽ നിന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ സന്തോഷത്തോടെ ചെയ്യാം. ഓക്കെ, എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് എന്താണ്? ഇംപെർമനന്റ്. നത്തിങ് ഈസ്, പിന്നെന്താ പറയുക, ഒന്നും പെർമനന്റ് അല്ല. നത്തിങ് ഈസ് പെർമനന്റ്. ഡോണ്ട് എക്സ്പെക്ട് എന്താ പറയുക എനിത്തിങ് ഫ്രം അതേഴ്സ്. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെന്താ പറഞ്ഞത്? എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. ഈ ലോകത്തുള്ള എല്ലാം നമ്മുടെ കൺട്രോളിൽ അല്ല, അല്ലെ, കൺട്രോളിനപ്പുറമാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുവാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, നമ്മുടെ വിഷമങ്ങളെ മറക്കാൻ പറ്റും. സോ നമ്മൾ ഹാപ്പി പാരൻ്റ് ആണെങ്കിൽ നമ്മുടെ മക്കളും ഹാപ്പി ആയിരിക്കും. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറേ നീണ്ടുപോയി വീഡിയോ. നിങ്ങൾക്ക് അപ്പം ഇത്രയും കാര്യങ്ങൾ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. കുറേ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. സോ എന്തെങ്കിലുമൊക്കെ അതുപോലെ ഏതെങ്കിലും കാര്യത്തെപ്പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.